പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും. സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് ശബരിമല സന്നിധാനത്തേക്ക് ബിന്ദുവിനെയും കനകദുർഗയെയും പോലീസ് അകമ്പടിയോടുകൂടി കയറ്റിയതിന്റെ പാപക്കറ തീർക്കാനാണോ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉയർത്തുന്നത്. കേരളത്തിലെ ലക്ഷോപലക്ഷം അയ്യപ്പ വിശ്വാസികളുണ്ട്. അതായത് കലിയുഗവരതനായ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത് കല്ലും മുള്ളും നിറഞ്ഞ കാനത താണ്ടി അയ്യപ്പന്റെ മുന്നിലെത്തി തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആദികളും വ്യാധികളും എല്ലാം അയ്യപ്പന്റെ മുന്നിൽ പറഞ്ഞ് ആത്മസംതൃപ്തി നേടി സായുജ്യമടങ്ങി തിരിച്ചു വരുന്ന അയ്യപ്പ ഭക്തരുടെ നാടാണ് കേരളം. കേരളം മാത്രമല്ല, തൊട്ടയൽ സംസ്ഥാനങ്ങളായ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ള അയ്യപ്പ ഭക്തന്മാർ അയ്യപ്പ സ്വാമിയെ നേരിൽ കാണാൻ, കലിയുഗവരതനായ അയ്യപ്പനെ കാണാൻ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്താറുണ്ട്. എന്നാൽ ആ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ തീ കോരിയിടുന്ന നിലപാടായിരുന്നു 2019 സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത്. ബിന്ദു അമ്മിണി എന്ന് പറയുന്ന, കനകദുർഗ എന്ന് പറയുന്ന രണ്ട് ഇടതു സഹയാത്രികളായ സ്ത്രീകളെ ശബരിമല സന്നിധാനത്തേക്ക് വനം വകുപ്പിന്റെ ജീപ്പിൽ ഒളിപ്പിച്ച് കടത്തി 18-ാം പടി ചവിട്ടിയല്ലാതെ മറ്റൊരു വഴിയിലൂടെ അവരെ സന്നിധാനത്ത് എത്തിച്ചപ്പോൾ കേരളത്തിലെ കോടിക്കണക്കിനായ അയ്യപ്പ വിശ്വാസികളായ സ്ത്രീകളുടെ, അമ്മമാരുടെ, സഹോദരിമാരുടെ മനസ്സാണ് നൊന്തത്, നീറിപ്പുകഞ്ഞത്. തൊട്ടടുത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ അടപടലം കേരളം തോൽപ്പിച്ചത് കണ്ടതാണ്. അതിനുശേഷമാണ് CPM നേതൃത്വത്തിന് ബോധോദയമുണ്ടായത്. പിന്നീടും ഇപ്പോഴും ആ സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ വിധിയുടെ മറപിടിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീയെ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റാൻ ഇതുവരെ CPM തയ്യാറായിട്ടില്ല. ഇനി അവർ തയ്യാറാകുകയുമില്ല. കാരണം അയ്യപ്പ ഭക്തരായ സ്ത്രീകളുടെ ദേഷ്യത്തിന്റെ, അവരുടെ രോഷത്തിന്റെ ചൂട് CPM നല്ലവണ്ണം അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം പുണ്യ പമ്പാസ് തീരത്ത് നടക്കുമ്പോൾ CPM-ന്റെ ലക്ഷ്യം വളരെ വലുതാണ്. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിശ്വാസി സമൂഹത്തിന്റെ വോട്ട് നേടുക, അതിനുവേണ്ടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അപ്പോൾ CPM-നോട്, ഇടതുമുന്നണിയോട് ചോദിക്കാനുള്ള ചോദ്യം ഒന്നാണ്. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പോലുള്ള യാതൊരു ദൈവവിശ്വാസവും ഇല്ലാത്ത CPM-ന്റെ സഹയാത്രികളായ രണ്ട് സ്ത്രീകളെ ശബരിമല സന്നിധാനത്ത് പാതിരാത്രി, അതായത് രാത്രി 1 മണിക്കും 2:30ക്കും ഇടയിൽ തലയിൽ കറുപ്പ് വസ്ത്രം ധരിപ്പിച്ച പർദ്ദയ്ക്കുള്ളിൽ അവരെ മൂടിക്കൊണ്ട് എന്തിന് നിങ്ങൾ സന്നിധാനത്തേക്ക് കയറ്റി, അല്ലെങ്കിൽ അയ്യപ്പന്റെ പരിപാവനമായ തിരുസന്നിധിയിലേക്ക് ഇവരെ എന്തിന് ആനയിച്ചു എന്നൊരു ചോദ്യമാണ് വിശ്വാസി സമൂഹം ഉയർത്തുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്തിനുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയാലൊന്നും അയ്യപ്പ ഭക്തരായ സ്ത്രീകളുടെ, കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ മനസ്സിന്റെ അകത്തേറ്റ ആ മുറിവ് മാറില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതൃത്വവും ഓർക്കണം. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ CPM-ഉം സർക്കാരും അതോടൊപ്പം ദേവസ്വം ബോർഡും പറയുന്ന ന്യായം, പമ്പാ സംഗമം 2018 പ്രളയത്തിന് ശേഷം നടത്തിയിട്ടില്ല, അതിന് ബദലായാണ് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തർ പമ്പാ തീരത്തേക്ക് ഒഴുകിയെത്തുമെന്നാണ് സർക്കാർ പറയുന്നത്. എന്ത് നേട്ടമുണ്ട് ഇതുകൊണ്ട് സംസ്ഥാനത്തിന് എന്നൊരു ചോദ്യം അയ്യപ്പ ഭക്തർ ചോദിക്കുകയാണ്. ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന, അല്ലെങ്കിൽ ആചാര ലംഘനം നടത്തിക്കുമെന്ന് പരസ്യമായി പറഞ്ഞ CPM-നും ദേവസ്വം ബോർഡിനും, അല്ലെങ്കിൽ ഇടതുമുന്നണിക്കും, മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് അയ്യപ്പ ഭക്തരെ കൊണ്ടുവന്ന് പുണ്യ പമ്പയുടെ തീരത്ത് ഇത്തരത്തിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ? ഇത് മറ്റൊരു ശബരിമലയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണോ എന്നുകൂടി ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.